നമസ്കാരം. മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. ആരാധകർ ഒന്നടങ്കം കാത്തിരിക്കുന്ന ഇളയ ദളപതി വിജയുടെ അവസാന ചിത്രമാണ് ജനനായകൻ. രാഷ്ട്രീയ പ്രവേശനത്തിന് മുൻപുള്ള വിജയുടെ അവസാന ചിത്രമെന്ന പ്രത്യേകത കൂടിയുള്ളതിനാൽ ആരാധകർക്കിടയിൽ വൻ ആവേശമാണ്. ചിത്രം റിലീസ് ചെയ്യാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെയാണ് വലിയ പ്രതിസന്ധിയിലായത്. സെൻസർ സർട്ടിഫിക്കറ്റ് നൽകുന്നതിലെ കാലതാമസം കാരണമാണ് ജനനായകന്റെ റിലീസ് 2 ദിവസം മുൻപ് മാറ്റിവെച്ചത്. സെൻസർ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട നിയമ തടസ്സങ്ങളെ തുടർന്ന് ചിത്രത്തിന്റെ റിലീസ് അനിശ്ചിതത്വത്തിലായതോടെ നിർമ്മാതാക്കൾക്ക് 50 കോടി രൂപയുടെ നഷ്ടം സംഭവിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. ഇപ്പോഴിതാ ജനനായകൻ റിലീസ് ചെയ്യാൻ കോടതി അനുമതി നൽകിയെന്നുള്ള വാർത്തയാണ് പുറത്തുവരുന്നത്. മദ്രാസ് ഹൈക്കോടതിയാണ് ചിത്രത്തിന് റിലീസ് അനുമതി നൽകിയത്. ഇപ്പോഴിതാ ജനനായകൻ റിലീസ് ചെയ്യാൻ കോടതി അനുമതി നൽകിയെന്നുള്ള വാർത്തയാണ് പുറത്തുവരുന്നത്. മദ്രാസ് ഹൈക്കോടതിയാണ് ചിത്രത്തിന് റിലീസ് അനുമതി നൽകിയത്. UA സർട്ടിഫിക്കറ്റ് നൽകാൻ മദ്രാസ് ഹൈക്കോടതി ഉത്തരവിട്ടു. ചിത്രം റിവൈസിംഗ് കമ്മിറ്റിക്ക് വിടാനുള്ള സെൻസർ ബോർഡ് ചെയർപേഴ്സന്റെ തീരുമാനം ഹൈക്കോടതി റദ്ദ് ചെയ്തു. ഇന്നാണ് ചിത്രം റിലീസ് ചെയ്യേണ്ടിയിരുന്നത്. സിനിമയുടെ റിലീസ് തീയതി ഉടനെ പുറത്തുവിടും. കോടതി നടപടികൾ കേൾക്കാനായി നടൻ വിജയും ഓൺലൈനിൽ ഹാജരായിരുന്നു. സിനിമയ്ക്കെതിരായി സെൻസർ ബോർഡ് എടുത്ത തീരുമാനത്തെ ഹൈക്കോടതി വിമർശിച്ചിട്ടുണ്ട്. ഇത്തരം പരാതികൾ ചട്ടവിരുദ്ധമാണെന്നും ഇതൊന്നും എന്റർടൈൻ ചെയ്യരുതെന്നും കോടതി വ്യക്തമാക്കി. സെൻസർ ബോർഡ് ചെയർമാനാണ് ചിത്രത്തിനെ റിവൈസിംഗ് കമ്മിറ്റിക്ക് വിട്ടത്. എന്നാൽ സെൻസർ ബോർഡ് ചെയർമാൻ അതിന് അധികാരമില്ലെന്നും ഇല്ലാത്ത അധികാരമാണ് ചെയർമാൻ ഉപയോഗിച്ചത് എന്ന വിമർശനവും ഹൈക്കോടതി ഉയർത്തിയിട്ടുണ്ട്. സിനിമയ്ക്ക് സെൻസർ സർട്ടിഫിക്കറ്റ് ലഭിക്കാത്തതിനെ തുടർന്നായിരുന്നു നേരത്തെ പ്രഖ്യാപിച്ച തീയതിയിൽ നിന്നും സിനിമ മാറ്റിവെച്ചത്. ജനുവരി 9-നായിരുന്നു സിനിമയുടെ ആദ്യത്തെ റിലീസ് ഡേറ്റ്. പലയിടത്തും സിനിമയുടെ ബുക്കിംഗ് ഉൾപ്പെടെ ആരംഭിച്ചിരുന്നു. തുടർന്ന് ഈ ടിക്കറ്റുകളെല്ലാം റീഫണ്ട് ചെയ്യുകയായിരുന്നു. ഹിന്ദി, തെലുങ്ക്, മലയാളം, കന്നഡ ഭാഷകളിലെ ഡബ്ബ് ചെയ്ത പതിപ്പുകൾക്ക് അനുമതി നൽകുന്നതിന് മുൻപ് ചിത്രത്തിന്റെ തമിഴ് പതിപ്പിന്റെ സർട്ടിഫിക്കേഷൻ ആവശ്യമാണ്. ഈ കാലതാമസമാണ് ജനനായകന്റെ റിലീസ് പ്രതിസന്ധിയിലാക്കിയത്. അപ്രതീക്ഷിത നീക്കത്തിൽ നിർമ്മാതാക്കൾ മദ്രാസ് ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. ചിത്രം മതവികാരം വ്രണപ്പെടുത്തുന്നുവെന്ന് ആരോപിച്ച് ലഭിച്ച പരാതിയുടെ പകർപ്പ് ഹാജരാക്കാൻ സെൻസർ ബോർഡിനോട് കേസ് പരിഗണിച്ച ജസ്റ്റിസ് PT ആശ വാക്കാൽ ആവശ്യപ്പെട്ടിരുന്നു. അന്യായമായി അനുമതി വൈകിപ്പിക്കുന്നുവെന്ന് ആരോപിച്ച് നിർമ്മാതാക്കളായ KVN പ്രൊഡക്ഷൻസ് സമർപ്പിച്ച ഹർജിയിലായിരുന്നു കോടതി നടപടി. ചിത്രം UA സർട്ടിഫിക്കറ്റിന് അർഹമാണെന്ന നിർമ്മാതാക്കൾ കോടതിയെ അറിയിച്ചിരുന്നു. 25 രാജ്യങ്ങളിൽ ചിത്രത്തിന് അനുമതി ലഭിച്ചു. ഇന്ത്യയിൽ മാത്രമാണ് അനുമതി വൈകുന്നത്. ചിത്രം സെൻസർ ബോർഡ് കണ്ടിട്ടുണ്ട്. ചിത്രം കാണുക പോലും ചെയ്യാത്തൊരാളുടെ പരാതിയെ തുടർന്നാണ് റിവൈസിംഗ് കമ്മിറ്റിക്ക് വിടാൻ തീരുമാനിച്ചത്. റിവൈസിംഗ് കമ്മിറ്റിക്ക് വിടാനുള്ള നടപടിക്രമങ്ങൾ പാലിക്കപ്പെട്ടില്ലെന്നും നിർമ്മാതാക്കൾ ആരോപിച്ചിരുന്നു. ഡിസംബർ 19-നായിരുന്നു സെൻസർ ബോർഡ് അംഗങ്ങൾ സിനിമ കണ്ടത്. 10 കട്ടുകളാണ് അന്ന് സെൻസർ ബോർഡ് സിനിമയ്ക്ക് നിർദ്ദേശിച്ചിരുന്നത്. കട്ടുകൾ ചെയ്ത നിർമ്മാതാക്കൾ വീണ്ടും സിനിമ സെൻസറിങ്ങിനായി സമർപ്പിച്ചിരുന്നു. എന്നാൽ തുടർന്ന് പുതിയ സെൻസർ സർട്ടിഫിക്കറ്റ് സിനിമയ്ക്ക് നൽകാതിരിക്കുകയായിരുന്നു. വിനോദ് സംവിധാനം ചെയ്യുന്ന ജനനായകൻ ആദ്യ ദിനം വലിയ കളക്ഷൻ നേടുമെന്നാണ് കണക്കുകൂട്ടൽ. തെലുങ്കിൽ ബാലയ്യ നായകനായ ഭഗവത് കേസരി എന്ന ചിത്രത്തിന്റെ റീമേക്കാണ് ജനനായകൻ എന്നാണ് ഇതുവരെയുള്ള വിവരം. ബോബി ഡിയോൾ, പൂജ ഹെഡ്കെ, പ്രകാശ് രാജ്, ഗൗതം വാസുദേവ് മേനോൻ, നരേൻ, പ്രിയാമണി, മമിത ബൈജു തുടങ്ങി വമ്പൻ താരനിരയാണ് ജനനായകനിൽ അണിനിരക്കുന്നത്. KVN പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ വെങ്കട്ട് നാരായണ നിർമ്മിക്കുന്ന ചിത്രത്തിന് ജഗദീഷ് പളനിസ്വാമിയും ലോഹിത് NKയുമാണ് സഹനിർമ്മാണം. അതേസമയം വിഷയത്തിൽ സെൻസർ ബോർഡ് അപ്പീലിന് പോകും എന്നാണ് റിപ്പോർട്ട്. പൊങ്കലിനോടനുബന്ധിച്ച് വെള്ളിയാഴ്ച റിലീസ് ചെയ്യേണ്ടിയിരുന്ന ചിത്രത്തിന്റെ റിലീസ് അവസാന നിമിഷം മാറ്റിവെക്കുകയായിരുന്നു. റിലീസ് മാറ്റിവെച്ചതായി KVN പ്രൊഡക്ഷൻസ് ഔദ്യോഗികമായി തന്നെ അറിയിച്ചിരുന്നു. പുതിയ തീയതി ഉടൻ പ്രഖ്യാപിക്കുമെന്നും നിർമ്മാതാക്കൾ വ്യക്തമാക്കിയിരുന്നു. സെൻസർ സർട്ടിഫിക്കറ്റ് ലഭിക്കാതിരുന്നതിനെ തുടർന്നായിരുന്നു ഇത്. ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത് എളുപ്പമുള്ള കാര്യമല്ലായിരുന്നു. അധികം വൈകാതെ തന്നെ പുതിയ റിലീസ് തീയതി അറിയിക്കുന്നതായിരിക്കും. നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളുടെ ശക്തി. ജനനായകനെ പിന്തുണയ്ക്കുക എന്നുമായിരുന്നു കുറിപ്പ്. നിമിഷനേരം കൊണ്ടായിരുന്നു കുറിപ്പ് ചർച്ചയായി മാറിയത്. റിലീസിന് മുന്നോടിയായി നടത്തിയ പ്രീ ബുക്കിംഗിന്റെ പൈസ തിരികെ നൽകുമെന്ന് തിയേറ്റർ ഉടമകളും അറിയിച്ചിരുന്നു. തിക്കും തിരക്കുമില്ലാതെ സമാധാനത്തോടെ ചിത്രം കാണുന്നതിനായി ആരാധകരെല്ലാം നേരത്തെ തന്നെ ടിക്കറ്റ് ഉറപ്പിച്ചിരുന്നു. വെള്ളിയാഴ്ചയ്ക്കായി അക്ഷമയോടെ കാത്തിരിക്കുന്നതിനിടയിലാണ് നിരാശപ്പെടുത്തുന്ന വാർത്ത എത്തിയത്. ഫാൻസ് പേജുകളിലെല്ലാം റിലീസ് മാറ്റിയത് ചർച്ചയായിരുന്നു. ഇങ്ങനെയൊരു തിരിച്ചടി പ്രതീക്ഷിച്ചതേയില്ല എന്നായിരുന്നു ആരാധകരും പറഞ്ഞത്. സെൻസർ ബോർഡിന്റെ നടപടിക്കെതിരെ KVN പ്രൊഡക്ഷൻസ് മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. വാദം കേട്ട കോടതി വിധി പറയാൻ മാറ്റിവെക്കുകയായിരുന്നു. ഇതിനു പിന്നാലെയാണ് റിലീസ് മാറ്റിക്കൊണ്ടുള്ള നിർമ്മാതാക്കളുടെ നടപടി.
മതവികാരം വ്രണപ്പെടുത്തുന്നുവെന്ന് ആരോപിച്ച് ലഭിച്ച പരാതിയെ തുടർന്ന് ചിത്രം റിവൈസിംഗ് കമ്മിറ്റിക്ക് വിടാൻ സെൻസർ ബോർഡ് തീരുമാനിച്ചിരുന്നു. തുടർന്നാണ് അന്യായമായ സെൻസർ ബോർഡ് അനുമതി വൈകിപ്പിക്കുന്നുവെന്ന് ആരോപിച്ച് നിർമ്മാതാക്കൾ കോടതിയെ സമീപിച്ചത്. വെങ്കട് കെ നാരായണയാണ് KVN പ്രൊഡക്ഷൻസിന്റെ പേരിൽ ജനനായകൻ നിർമ്മിക്കുന്നത്. ജഗദീഷ് പളനിസ്വാമിയും ലോഹിത് NKയുമാണ് സഹനിർമ്മാണം. ജനനായകന്റെ ഛായാഗ്രഹണം സത്യൻ സൂര്യൻ, ആക്ഷൻ അനൽ അരശ്, ആർട്ട് V സെൽവകുമാർ, എഡിറ്റിംഗ് പ്രദീപ് രാഘവ്, കൊറിയോഗ്രാഫി ശേഖർ സുധൻ, ലിറിക്സ് അറിവ്, കോസ്റ്റ്യൂംസ് പല്ലവി സിംഗ്, പബ്ലിസിറ്റി ഡിസൈനർ ഗോപി പ്രസന്ന, മേക്കപ്പ് നാഗരാജ, പ്രൊഡക്ഷൻ കൺട്രോളർ വീരാശങ്കർ, PRO പ്രദീപ് ശേഖർ. ഓൺലൈൻ ബുക്കിംഗിലൂടെ മാത്രം ഏകദേശം 50 കോടിയായിരുന്നു ആഗോള കളക്ഷനായി ചിത്രത്തിന് ലഭിച്ചത്. മുൻകൂറായി പണമടച്ച് ബുക്ക് ചെയ്ത ഫാൻസ് ഷോകളെല്ലാം റദ്ദാക്കിയിട്ടുണ്ട്. അതേസമയം ചിത്രത്തിന്റെ റിലീസ് മാറ്റിയത് ആരാധകരെ നിരാശരാക്കി. ഓൺലൈൻ ബുക്കിംഗ് നടത്തിയവർക്ക് പണം തിരികെ നൽകി. എന്നാൽ വിജയ് ആരാധകർക്ക് ഫാൻസ് അസോസിയേഷൻ നടത്തുന്ന പ്രദർശനത്തിന് 1500 രൂപ വരെ മുടക്കി ടിക്കറ്റ് എടുത്തവരാണ് വെട്ടിലായത്. സിനിമ ഇന്ന് റിലീസായാലും ആദ്യ ഷോ കാണാൻ സൗകര്യമൊരുക്കുമെന്നാണ് ഫാൻസ് അസോസിയേഷൻ ഇവരെ അറിയിച്ചിരിക്കുന്നത്. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.